അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി വേരിയബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ വേരിയബിളിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ നേരത്ത് നമുക്ക് ആക്ച്വലി എങ്ങനെയാണ് ഈ ഡേറ്റ, എത്ര തരത്തിലുള്ള ഡേറ്റ ഉണ്ടെന്ന് നമുക്ക് നോക്കാം സാമ്പിളായിട്ട്. എന്നാലേ നമുക്ക് ആ വേരിയബിളിന്റെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എക്സാമ്പിളിന് ഞാനിപ്പോ അഭിജിത്ത് തന്നെ 7.8. ഓക്കെ, ഇവിടെ ഞാൻ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഒരു ടെക്സ്റ്റ് ഫോമിലുള്ള ഒരു ഡേറ്റ ആണ് അല്ലേ. അതൊരു എന്താ പറയാ, ഒരു ടെക്സ്റ്റ് ആണ്, റൈറ്റ്. രണ്ടാമത്തെ എന്താ, ഒരു സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ, ഡെസിമൽ പാർട്ട് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻറ്റീജർ എന്ന് പറയും. ഓക്കെ, അതിന് ശേഷമുള്ളത് എന്താ, അതിനൊരു ഡെസിമൽ പാർട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഫ്ലോട്ട് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ഡേറ്റാ സെറ്റുകളുണ്ട്. ഞാനിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആക്ച്വലി കുറേ തരത്തിലുള്ള ഡേറ്റകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, ഇത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ, അതായത് വേരിയബിൾ, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വേരിയബിൾസും നമുക്ക് വേണം. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡേറ്റാസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വേരിയബിൾസും വേണം. ഓക്കെ, അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലോ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫ്രിഡ്ജും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും കൺസിഡർ ചെയ്യാം. ഈ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കാർഡ്ബോർഡ് വേണം അല്ലേ. അതുപോലെ തന്നെ ഫോൺ സ്റ്റോർ ചെയ്യുന്നത് ഒരു കവറിലാണല്ലോ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, കണ്ടെയ്നർ അല്ലെങ്കിൽ കവർ ഉണ്ട്, അല്ലെങ്കിൽ കവറാണ്. പക്ഷെ ഈ കവറിന്റെ സൈസ് ഡിഫറെന്റാ. കാര്യം എന്താ, ഒരു ഫ്രിഡ്ജിന് വലിയ കവർ വേണ്ടേ, പക്ഷെ ഫോണിന് ചെറിയ കവർ മതി. ഇതേ കൺസെപ്റ്റ് ആണ് ഈ ഡേറ്റ എന്ന് പറയുന്ന ഡിഫറെന്റ് ആകുമ്പോൾ ഡിഫറെന്റ് സൈസിലുള്ള ഡേറ്റാസ് ആയിരിക്കും. അത് ഹോൾഡ് ചെയ്യാൻ എടുക്കുന്ന വേരിയബിളും അതനുസരിച്ചിട്ടുള്ള സൈസിലുള്ള വേരിയബിൾ മതി. അതുകൊണ്ടാണ് എന്ത് പറയാ, വേരിയബിൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്പുകളിലുള്ള വേരിയബിൾ ഉണ്ടെന്ന് പറയാം. അതായത് ഡിഫറെന്റ് ഡേറ്റ അല്ലെങ്കിൽ ഡിഫറെന്റ് വാല്യൂസിന് ഡിഫറെന്റ് ടൈപ്പിലുള്ള വേരിയബിൾ ആണ് സാധാരണ വരിക. സോ ഇതാണ് വേരിയബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ഡേറ്റാസിനനുസരിച്ച് വേരിയബിളിന്റെ ടൈപ്പും സൈസൊക്കെ മാറിക്കൊണ്ടിരിക്കും, റൈറ്റ്. അപ്പോൾ വേരിയബിൾ നമ്മൾ അതനുസരിച്ച് മാറ്റണം. ഇപ്പൊ നമ്മൾ സി പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെ ഒരു വേരിയബിൾ, ഇപ്പോൾ ഒരു ഇൻറ്റീജറിന്റെ ഒരു വേരിയബിൾ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം include stereo.h ഓക്കെ. ഇനി എനിക്ക് ആദ്യം എന്താ ചെയ്യേണ്ട, ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്യണം. ശരിക്കും ഇതിന്റെ ഫോർമാറ്റ് ഞാൻ ആക്ച്വലി ഇവിടെ എഴുതി കാണിച്ചു തരാം. അതായത് നമുക്ക് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടായിരിക്കണം അതിൻ്റെ അകത്തേക്ക് വാല്യൂ എടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിലോ, എനിക്കൊരു ഡിജിറ്റിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെക്കാം. അപ്പൊ ഡിജിറ്റിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ ഡിജിറ്റിന് അതായത് ആ ഡിജിറ്റ് ഇരിക്കാൻ തക്കവണ്ണമുള്ള ഒരു വേരിയബിളെ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ആ വേരിയബിളിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റിനെ ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള ടൈപ്പ് ആയിരിക്കണം. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിലും, ആദ്യം വേരിയബിളിന്റെ ടൈപ്പ് നമ്മൾ എഴുതണം. അതായത് ഇൻറ്റ് ഒരു പേര് കൊടുക്കുവാണ്, ഡിജിറ്റ് എന്ന് ഞാൻ ചുമ്മാ പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഡിക്ലെയർ ചെയ്ത്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. 5 കൊടുക്കുവാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോൾ, ഡിജിറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നറിന്റെ പേരുണ്ടാവും. ആ ഡിജിറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നർ ഏത് ടൈപ്പാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്, ഇൻറ്റീജർ ടൈപ്പാണ്. അത് ഹോൾഡ് ചെയ്യുന്നത് 5 ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ, ഇത് ഡെസിമൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അഥവാ നമുക്ക് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡ് എന്നുള്ള ടൈപ്പ് മാറ്റിയിട്ട് ഫ്ലോട്ട് ഉപയോഗിക്കണം. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. നമുക്കൊരിക്കലും ഫ്രിഡ്ജ് എടുത്തിട്ട് ഒരു ഫോണിന്റെ കവറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് ഫ്രിഡ്ജിന്റെ കവർ തന്നെ വേണം, നല്ലൊരു വലിയൊരു സംഭവമാണല്ലോ. ആ ഒരു സെയിം കൺസെപ്റ്റാണ് വേരിയബിളിന്റെ കേസിൽ വരുന്നത്. ഇനി എനിക്ക് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യണമെങ്കിലോ, ഇപ്പോൾ ക്യാരക്ടർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫോമാറ്റിൽ ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാർ എന്ന് പറയുന്ന എന്തുണ്ട്, ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ക്യാർ ആൽഫബറ്റ്. ഓക്കെ,
ആൽഫബറ്റ് ഈക്വൽ ടു എ. ഇത് നമ്മൾ കോട്ടിൽ കൊടുക്കണം, റൈറ്റ്? അതായത് ആൽഫബറ്റുകൾ നമ്മൾ കോട്ടിൽ കൊടുക്കണം. അപ്പോൾ ഒരു ക്യാർ എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീജർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻറ്റ് ഡിജിറ്റ് ഡെസിമൽ ഒരു പേര് കൊടുത്തേക്കുവാണ്. 5 കൊടുക്കുവാണെങ്കിൽ എന്താ സംഭവിച്ച? 5 എന്ന് പറയുന്ന വാല്യൂ ഡിജിറ്റ് നോൺ ഡെസിമൽ എന്ന് പറയുന്നത് അത് കണ്ടെയ്നറിന്റെ പേരാണ്. അതിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ തന്നെ. അപ്പോൾ ഇത് കറക്റ്റ്. അതായത് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ടൈപ്പ്, ഞാൻ ആക്ച്വലി ഇവിടെ ഫോർമാറ്റ് ആണ് എഴുതുന്നത്, ടൈപ്പ്, അത് കഴിഞ്ഞിട്ട് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ ദെൻ സെമിക്കോളൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ്. ഓക്കെ. ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് സ്റ്റോർ ചെയ്യാനോ അതുമല്ല നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനോ ഒക്കെ സാധിക്കും. സോ ഇതാണ് എന്തെന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് ഒരു വേരിയബിൾ, അതായത് ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റാണ്. അതായത് ഫോർമാറ്റ് സ്പെസിഫയറിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്നും അല്ലെങ്കിൽ 5 എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു കണ്ടെയ്നർ ഉണ്ട്, ഇത് 5 ഉണ്ട്. ഓക്കെ. ഇപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിലോട്ട് ഒരു 5 എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണമെന്ന് വെച്ചോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? പ്രിൻ്റ് ഓഫ് 5. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഞാൻ സാധാ ചുമ്മാ 5, അതായത് ആ ഫംഗ്ഷൻ്റെ അകത്ത് ചുമ്മാ 5 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് പ്രിൻ്റ് ആകില്ല. അതൊരു എററാണ്, റൈറ്റ്? അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്ന സാധനം, അതായത് അല്ലെങ്കിൽ ഒരു പ്ലേസ് ഹോൾഡർ എന്ന് പറയാം, അങ്ങനെ ഒരു കണ്ടൻറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എന്താണോ നമുക്കതിലേക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ. ഇപ്പോൾ ഈ 5ൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ പാസ് ചെയ്യുകയും ചെയ്യാം. കാര്യം എയുടെ അകത്ത് 5 ഉണ്ട്. ഓക്കെ. നമ്മുടെ അടിയിൽ കാണാൻ പറ്റും ഔട്ട്പുട്ട് 5 എന്ന് വന്നുണ്ടോ. കാര്യം ഇവിടെ പിന്നെ ഒരു ഡബിൾ കോട്ടിൻ്റെ അകത്ത് ഞാൻ %d ഇട്ടു. അപ്പോൾ അതെന്താ സംഭവം? %d എന്ന് പറയുന്നത് ബേസിക്കലി അവിടെ മെയിൻ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ അല്ലെങ്കിൽ ഒരു പ്ലേസ് ഹോൾഡർ എന്ന് പറയുക. അതായത് അവിടെ D വരാം, C വരാം, അത് ഡിപ്പെൻഡ് അപ്പോൺ ദി ഡേറ്റ. അതായത് ഈ ഒരു പ്രിൻ്റ് എഫിൻ്റെ അകത്ത് 2 വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് വരുന്നത് എന്തായിരിക്കും? അതായത് %d എന്ന് പറഞ്ഞ സ്ഥാനത്ത് വരുന്നത് ആ എയിലുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ ഒരു D ഈക്വൽ ടു ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ഡീനെ വെച്ചു. ഓക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഈ ഡീനെ എനിക്ക് പ്രിൻ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? പ്രിൻ്റ് %d, ഇങ്ങനെ ഇട്ടാൽ വരുമോ? ആക്ച്വലി ഇതൊരു എറർ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതായത് ഡിയിലുള്ള വാല്യൂ, ഡി ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ എടുത്തിട്ട് ഈ %d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുള്ള d എന്ന് പറഞ്ഞ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഡിജിറ്റിനെയാണ്. അപ്പോൾ അത് ഒരിക്കലും അതിൻ്റെ അകത്ത് ഫിറ്റ് ആവില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്യാരക്ടറിലോട്ട് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? %c എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് സ്പെസിഫയർ ഉണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ ഒരു പ്ലേസ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് കൊണ്ട് ഈ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് വേണമെങ്കിൽ
ഈ ഫോർമാറ്റ് സ്പെസിഫയർ എപ്പോഴും നമുക്ക് എന്ത് ഡബിൾ കോഡിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ദ ഡിജിറ്റ് ഈസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക, ദ ഡിജിറ്റ് ഈസ് 5 എന്ന് എഴുതി കാണിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ദ ഡിജിറ്റ് ഈസ് 5D. ഈ ഡി വന്നത് എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂ ലൈൻ കൊടുക്കാൻ പറ്റും. ന്യൂ ലൈൻ കൊടുക്കാനായിട്ട് അത് അടുത്ത ലൈനിലേക്ക് ജമ്പ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഈ ഒരു ദ ഡിജിറ്റ് ഈസ് 5 കഴിഞ്ഞിട്ട് ഒരു ന്യൂ ലൈൻ കൊടുക്കണമെങ്കിൽ /n കൊടുത്താൽ മതി. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ന്യൂ ലൈനിലേക്ക് ചാടും, റൈറ്റ്. അത് /n എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് സീക്വൻസുകൾ, അതായത് /n കൊടുക്കുകയാണെങ്കിൽ ആ 5 കഴിഞ്ഞിട്ട് അടുത്ത /n എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അടുത്ത ലൈനിലോട്ട് ചാടും. അപ്പോൾ അടുത്ത ലൈനിലോട്ട് ചാടിയിട്ടായിരിക്കും ആ ഡി പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദ ഡിജിറ്റ് ഈസ് %d, അതായത് ആ കോട്ടിൻ്റെ അകത്ത് നമുക്ക് എഴുതേണ്ട കാര്യം എഴുതുകയും ചെയ്യാം. എന്നാൽ ആ എഴുതേണ്ട കാര്യത്തിൽ എവിടെയാണോ നമുക്ക് നമ്മുടെ പാസ് ചെയ്യുന്ന വാല്യൂവിനെ റീപ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കണം. അതായത് പ്ലേസ് ഹോൾഡർ ഈ %d എന്ന് കൊടുക്കണം. അത് നമ്പർ ആണെങ്കിൽ %dയും ക്യാരക്ടർ ആണെങ്കിൽ %cയും കൊടുക്കണം, റൈറ്റ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം, %c ഈസ് എ ക്യാരക്ടർ. ഓക്കെ, കാര്യം ഡബിൾ കോഡിൻ്റെ അകത്ത് ഉള്ളത് നമ്മളെന്താ അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യിക്കുമല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മളൊരു വേറൊരു സ്ഥലത്ത് നിന്ന് വാല്യൂന് എടുക്കാനാണ് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ വെക്കുന്നത്. ഇത് ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എങ്ങനെയാണ് ഒരു വേരിയബിളിലെ വാല്യൂന് പ്രിൻറ്റ് ചെയ്യിക്കുന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും ദ ഡിജിറ്റ് ഈസ് 5 ആൻഡ് d is എ ക്യാരക്ടർ, റൈറ്റ്. ഇനി വേറൊരു സംഭവമാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് 2 വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻറ്റ് എയുടെ അകത്ത് 5 എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂവിനെ ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് a ഈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരിക്കലും ഡിക്ലെയർ ചെയ്യില്ല, അതായത് ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കില്ല. കാര്യം ഇൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടെയ്നറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് പുതിയൊരു വാല്യൂവിനെ വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a 6 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ എയുടെ അകത്തുള്ള ആദ്യത്തെ അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, a എന്ന് പറയുന്ന കണ്ടെയ്നറിൻ്റെ അകത്ത് 5 എന്ന് പറയുന്ന വാല്യൂ വരും. എന്നാൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ വരുന്ന, ആ 5നെ റീപ്ലേസ് ചെയ്തിട്ട് എയുടെ അകത്ത് 6 വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഔട്ട്പുട്ട് തന്നെ മാറും, 6 ആയിട്ട് വരും. കണ്ടോ, ഔട്ട്പുട്ട് കണ്ടോ, ദ ഡിജിറ്റ് ഈസ് 6. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഅസൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് മാറ്റിയിട്ട് പുതിയൊരു വാല്യൂ നമുക്ക് കൊടുക്കാനായിട്ടും സാധിക്കും, റൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മുടെ വേരിയബിളിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടിപ്സൊക്കെയാണ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ അടിയിൽ ഒരു പുതിയൊരു കണ്ടെയ്നർ ഉണ്ടാക്കുകയാണ്, b = 6, റൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എയും ബി എന്ന് പറയുന്നത് എന്താണ്, സെയിം ടൈപ്പിലുള്ള കണ്ടെയ്നറാണ് അല്ലെങ്കിൽ വേരിയബിളാണ്. അപ്പോൾ ഇങ്ങനെ സെയിം ടൈപ്പിലുള്ള വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഇൻറ്റീജർ അല്ലെങ്കിൽ 2 തവണ ഞാൻ ആ സെയിം ടൈപ്പിലുള്ളതിനെ ഡിക്ലെയർ ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ സെയിം ടൈപ്പിലുള്ള കണ്ടെയ്നേഴ്സിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 5 കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ട് കഴിഞ്ഞിട്ട് b = 6 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിച്ചാൽ, b എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടായി അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ആയി. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻറ്റീജറാണ്, റൈറ്റ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ കണ്ടെയ്നർ മാത്രം വേണമെങ്കിൽ ആദ്യം നമുക്ക് ഡിക്ലെയർ ചെയ്ത് വെക്കാം, എന്നിട്ട് പിന്നീട് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 50 ഫ്രിഡ്ജ് എന്തായാലും ഉണ്ടാക്കുമെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ കവർ നേരത്തെ അടിച്ചു വെക്കാമല്ലോ എന്ന് പറയുന്ന പോലെ നമുക്ക് ഏതൊക്കെ വേരിയബിൾസ് ഈ ഒരു പ്രോഗ്രാമിൽ യൂസബിൾ ആകുമെന്ന് നമുക്ക് തോന്നുന്നോ ആ വേരിയബിളെല്ലാം നമുക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്ത് വെക്കാം. അതായത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എയും ബിയും എന്ന് പറയുന്ന 2 വേരിയബിൾ നേരത്തെ ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, എയുടെ അകത്തേക്ക് 5ഉം എന്നിട്ട് എന്ത് ചെയ്തു, ബിയുടെ അകത്തേക്ക് 6ഉം വെച്ചു. സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാം.
സോ ഇത് ചെറിയ കുറച്ച് ടിപ്പുകളാണ്. സോ ഇതാണ് ആക്ച്വലി വേരിയബിളിനെ പറ്റി പറയാനുള്ളത്. വേരിയബിൾ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കും. ഓക്കെ, ബൈ.